അബ്ദുൽ ജലീൽ ഖൈറുവാനി റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്, ആശിഖാണ്, മാദിഹാണ്. മുത്തുനബിയുടെ പേരിൽ സ്വലാത്തുകൾ ഒരുപാട് ചൊല്ലിയ, ഒരുപാട് സ്വലാത്തുകൾ നിർമ്മിച്ചുണ്ടാക്കിയ വലിയ പണ്ഡിതനാണ്, വലിയ ആശിഖാണ് അബ്ദുൽ ജലീൽ ഖൈറുവാനി. മഹാനവറുകൾ പറയുകയാണ്, ഒരു സമയത്ത് റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടു. നബി തങ്ങളെ കണ്ടപ്പോൾ ഫഖുൽതു അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബിനെ ഏറ്റവും കൂടുതൽ നല്ല നിലക്ക് അഭിസംബോധനം ചെയ്യാനുള്ള വാക്യമല്ലേ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. മഹാനവറുകൾ പറയുകയാണ്, ഞാൻ റസൂലുള്ളാഹിനെ കണ്ടപ്പോൾ പറഞ്ഞു അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. 3 തവണ ഞാൻ പറഞ്ഞപ്പോൾ ഫഅഖദ ബിയദി, അല്ലാഹുവിന്റെ ഹബീബ് എന്റെ കൈയങ്ങ് പിടിച്ചു. ഫഖബ്ബലനി വഹുവ യതബസ്സമു, അല്ലാഹുവിന്റെ ഹബീബ് പുഞ്ചിരിച്ച്, നല്ല സന്തോഷത്തോടെ പുഞ്ചിരിച്ച് എനിക്ക് ചുംബനം തന്നു. എന്നെ ചുംബിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിൽക്കുമ്പോൾ ഞാൻ റസൂലുള്ളാഹിനോട് പറഞ്ഞു, അന ബിജിബാരിക യാ റസൂലല്ലാഹ്, അന റാജിൻ ശഫാഅതക യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബേ, അങ്ങയുടെ ചാരത്തു നിൽക്കുന്ന ഈ അബ്ദുൽ ജലീൽ ഖൈറുവാനി, ഈ അബ്ദുൽ ജലീൽ എന്ന് പറയുന്ന പാവപ്പെട്ട ഞാൻ, അന റാജിൻ ശഫാഅതക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, അങ്ങയുടെ ശഫാഅത്ത് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് അബ്ദുൽ ജലീൽ ഖൈറുവാനി തങ്ങളെ പിടിച്ചുകൊണ്ട് പറയുകയാണ്, ഈ വല്ലാഹി, അതെ നൽകാം, ശഫാഅത്ത് ഞാൻ തരാം, എന്റെ ശഫാഅത്ത് ഞാൻ നൽകാം. അല്ലാഹുവിന്റെ ഹബീബ് ഏറ്റെടുത്തു പോയി. ആ സന്തോഷം അബ്ദുൽ ജലീൽ ഖൈറുവാനി തങ്ങളെ അറിയിച്ചു കൊടുത്തു. എന്തേ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്തുകൾ ഉണ്ടാക്കി, ആ സ്വലാത്തുകൾ അധികമായി ചൊല്ലിയതാണ്. മഹാനവറുകൾ വീണ്ടും പറയുകയാണ്, നബി തങ്ങളെ ഞാൻ കണ്ടപ്പോൾ തൊട്ടടുത്ത്